ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ചെറിയൊരു തൊണ്ടവേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ചുമയും കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഇട വന്നേക്കാം. അപ്പം അതൊരു ശല്യമായിട്ട് തോന്നണ്ട, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ നമ്മുടെ ബീഫ് കോഴികളുടെ അടുത്തേക്ക് ഇറങ്ങി അവർക്ക് ഫുഡ് കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വീഡിയോ എടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ കാര്യമായിട്ട് ഞാൻ വിചാരിച്ചൊരു കാര്യം വെച്ചാൽ ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന പലതരം മരുന്നുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ കോഴീനെ വളർത്തുന്നവർ ആദ്യമായിട്ട് വളർത്തുന്നവരും ഉണ്ടാവും, ഇത് ഒരുപാട് കാലങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളും ഉണ്ടാവും. എന്നാലും ആദ്യമായി വളർത്തുന്നവർക്ക് ചെറിയ രീതിയിലെങ്കിലും നമ്മൾ പറയുന്നത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്യുന്നത്. നമ്മൾ BB3 കോഴികൾക്ക് കൂട്ടിലടച്ച് വളർത്തുന്ന കോഴികളായതുകൊണ്ട് നമ്മൾ നാടൻ കോഴികളെ പോലെ പുറത്ത് പോയിട്ട് അവർക്ക് വേണ്ട കാൽസ്യം ആയാലും കാര്യങ്ങളായാലും പുറത്തുനിന്ന് അതായത് അവർ കൊത്തി പെറുക്കി കഴിക്കുന്ന രീതിയിൽ ഈ കോഴികൾക്ക് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെ പരിചരണം എന്ന് പറഞ്ഞാൽ അത് നല്ല രീതിയിൽ നല്ല പോലെ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇവർക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ തൂവൽ കൊഴിയുന്നതാണ്. തൂവൽ കൊഴിഞ്ഞ് തുടങ്ങിയാൽ പിന്നെ ഇവർക്ക് മുട്ടയിടുന്നതിൻ്റെ അളവ് കുറയും. കാരണം ഇവർ തൂവൽ കൊഴിഞ്ഞു പോകുന്നത് കാൽസ്യക്കുറവ് കൊണ്ടാണ്. കാൽസ്യക്കുറവ് കൊണ്ട് തൂവൽ കൊഴിയുമ്പോൾ പിന്നീട് അത് അവരെ എല്ലുകളിൽ നിന്ന് കാൽസ്യം വലിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ കോഴികൾ കുഴഞ്ഞു വീണ് അങ്ങനെ ചത്തുപോകുന്നതും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മരുന്നൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അതായത് തൂവൽ കൊഴിയുന്നതിനും ഈ കാൽസ്യക്കുറവ് കാരണമാണല്ലോ നമ്മൾ ഈ തൂവൽ കൊഴിയുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ കാൽസ്യത്തിൻ്റെ ഇത് കാൽസ്യം റെഡി ആവാനും കാൽസ്യത്തിൻ്റെ അഭാവം എല്ലാം നികത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ ആ മരുന്ന് കൊടുക്കുന്നത്. ഇതും അതുപോലെ തന്നെ വിമറാൾ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നാണ്. ഇത് നമ്മൾ ഇവർക്ക് കോഴികൾക്കും എല്ലാം പക്ഷിമൃഗാദികൾക്കും കൊടുക്കാൻ പറ്റുന്ന മരുന്നുകളൊക്കെ തന്നെയാണ് കേട്ടോ ഇത്. പക്ഷേ ഇതിനൊക്കെ ഒരളവുണ്ടെന്ന് മാത്രം. അതായത് നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്നതിന് ഒരളവുണ്ട്, പശുവിന് കൊടുക്കുന്നതിന്, ആടിന് കൊടുക്കുന്നതിന്, നായ്ക്ക് കൊടുക്കുന്നതിന് ഇതിനൊക്കെ ഒരളവുണ്ട് കേട്ടോ. അപ്പോൾ ഈ മരുന്നൊന്നും കൂടാതെ നമ്മൾ കാര്യമായിട്ട് കൊടുക്കേണ്ട ഒരു മരുന്നാണ് അമിനോവിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മരുന്ന്. ഇത് എനിക്ക് ഉപകാരപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കാരണം ഈ കോഴികൾ മുട്ട കുറയുന്ന സമയത്ത് നമ്മളിത് വാങ്ങി കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് അവർക്ക് നല്ല രീതിയിൽ മുട്ടയുൽപാദനം കൂടി കിട്ടുന്ന ഒരു മരുന്ന് കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ട് എല്ലാവരും ഒന്ന്